കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഇന്ന് പകൽക്കാലം അറിയിക്കുന്നു. സർവശക്തൻ ഈ പ്രാർത്ഥന മുഖാന്തരം അളവറ്റ ദൈവിക നന്മകളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചനം ധ്യാനിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് 18-ാം സങ്കീർത്തനത്തെ കുറിച്ചുള്ള ചെറിയ ഒരു അവലോകനം വേഗത്തിൽ നമ്മൾ നടത്തുവാൻ താല്പര്യപ്പെടുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 18-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ ശീർഷകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സംഗീത പ്രമാണിക്ക് യഹോവയുടെ ദാസനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം ദാവീദ് എഴുതുവാനുണ്ടായ കാരണം ദൈവം തന്നെ സകല ശത്രുക്കളിൽ നിന്നും വിടുവിച്ചപ്പോൾ അതിൻ്റെ സ്മരണാർത്ഥമായി നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതുന്നതായ ഒരു സങ്കീർത്തനമാണ് 18-ാമത്തേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശമൂവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം പഠിക്കുമ്പോൾ സമാനമായ ഒരു ഭാഗം ഈ 18-ാം സങ്കീർത്തനത്തിന്റെ അതേ വേദഭാഗങ്ങൾ നമുക്ക് അവിടെ ദർശിപ്പാനായി സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായവും 18-ാമത്തെ സങ്കീർത്തനവും ഒന്നു തന്നെയാണെന്നാണ് വേദപണ്ഡിതന്മാർ പലരും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം ജീവിതത്തിൽ ദൈവം നൽകിയ അത്ഭുതങ്ങളെ ഓർത്ത് പാടുന്ന ഒരു കീർത്തനമായിട്ട് തന്നെയാണ് അവർ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ദൈവത്തിന്റെ കരുണയെ, വീണ്ടും പറഞ്ഞാൽ അസംഖ്യമായ ദൈവത്തിന്റെ കരുണയെ ഓർത്തുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പാടുന്ന ഒരു പാട്ടാണ് 18-ാം സങ്കീർത്തനം. അദ്ദേഹം യഹൂദയുടെ അവൻ രാജാവായിരിക്കുന്നതിനേക്കാൾ യഹോവയുടെ ദാസനായിരിക്കുന്നത് ഏറ്റവും വലിയ പദവിയായി ദാവീദ് മനസ്സിലാക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ അവൻ തന്റെ സ്വന്തം അനുഭവങ്ങളെ പറ്റി പറയുന്നതിനേക്കാൾ അതിനപ്പുറമായി ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിൽ അദ്ദേഹം ലജ്ജിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകാല ഇതിന്റെ 2-ാമത്തെ വാക്യം എബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. ഇതിന്റെ 49-ാമത്തെ വാക്യം റോമാലേഖനം 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു ഉദ്ധരിച്ചിരിക്കുന്നതായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് വ്യക്തമാക്കുന്നത് ദാവീദിലും വലിയവനായ ക്രിസ്തു ഇതിനകത്ത് വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല. അതായത് ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ്, അവന്റെ താഴ്ച, അവൻ പിന്നത്തേതിൽ അവൻ പ്രാപിച്ച ഉയർച്ച, തുടർന്ന് ലഭിക്കുവാൻ പോകുന്ന രാജ്യത്വം തുടങ്ങിയ വിഷയങ്ങൾ വളരെ ആധികാരികമായി ദൈവാത്മാവ് ഇതിനകത്ത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യം, അതിന്റെ 49-ാമത്തെ വാക്യവും ഒരു പ്രാവശ്യം കൂടെ ശബ്ദമുയർത്തി വായിക്കാം. എന്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് യഹോവേ, ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് അതുകൊണ്ട് ജാതികളുടെ മധ്യേ ഞാൻ
അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യും എന്ന് പറയുകയാണ്. ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവം ഭക്തനെ പരിപാലിച്ചതായ നിമിഷങ്ങൾ, ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിച്ചവരായ ഭക്തൻ ദൈവസന്നിധിയിൽ പറയുന്നൊരു പദമാണ്, അതുകൊണ്ട് ഞാൻ ജാതികളുടെ നടുവിൽ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ള ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ സ്തുതിപ്പാനായി കഴിയുകയുള്ളൂ. നന്ദിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ദാവീദിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിരവധിയായ വെല്ലുവിളികൾ നേരിട്ട നിമിഷങ്ങളുണ്ട്. അവൻ എലിപോലുള്ള ദാവീദിന്റെ മുൻപിൽ മലപോലുള്ള ഗോലിയാത്ത് കടന്നു വന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവരുടെ നടുവിൽ ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ച ഭക്തനായ ദാവീദ് പറയുന്ന പദമാണ്, എന്റെ മുൻപിൽ കടന്നു വന്ന സകല വെല്ലുവിളികളെയും അവൻ സകല ശത്രുവിനെയും നിഗ്രഹിച്ചവരായ ദൈവം ഇന്നും മഹാത്ഭുതങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ ജാതികളുടെ നടുവിൽ ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായി തീരും എന്ന അദ്ദേഹം അസംഖ്യമായ ജീവിതാനുഭവത്തിലൂടെ വെളിപ്പെടുത്തുന്ന രംഗമാണ് നമ്മൾ ഇവിടെ വായിച്ച് മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ഭാഗം നന്ദി പറയുവാൻ ഉപയോഗിക്കുമ്പോൾ, രണ്ടാമത്തെ ഭാഗത്തിൽ പ്രത്യാശയുള്ള നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കും, ജാതികളുടെ മധ്യത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കും എന്ന് പറയുവാനിടയായി. ആ വേദഭാഗം നാം വളരെ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ അവൻ ഒന്നാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ എന്റെ ബലമായ യഹോവയെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ ബലമായ യഹോവയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മറ്റാരും തന്നെ സ്നേഹിക്കുവാൻ ഇല്ലാതിരുന്നപ്പോൾ തന്നെ സ്നേഹിച്ച ഒരു അപ്പനുണ്ടായിരുന്നു. മറ്റാരും തന്നെ കാണുവാനും കരുതുവാനും ഇല്ലാതിരുന്നപ്പോൾ, തനിക്ക് സംരക്ഷണം ഒരുക്കുവാനില്ലാതിരുന്നപ്പോൾ തനിക്ക് സംരക്ഷണ കവചം ഒരുക്കിയ ഒരു പിതാവുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പിതാവിന്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ച ഭക്തനായ ദാവീദ് പറയുന്ന പദമാണ്, എന്റെ ബലമായ യഹോവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു ഉത്തമ ഭക്തന് മാത്രമേ ഇത്തരത്തിൽ ഒരു തീരുമാനം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നെടുത്ത ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ സ്നേഹിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും കഴിയുകയുള്ളൂ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. എന്തുകൊണ്ട് ജാതികളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കും? ദാവീദ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ കാരണം എന്താ? നമുക്ക് അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ കഴിയുമോ? ദാവീദ് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കുവാനും ഉയർത്തുവാനും നമുക്ക് സാധിക്കുമോ? ഇന്ന് പകലിൽ നാം ദാവീദിന്റെ ജീവിതാനുഭവങ്ങളുമായി നാം അതിനെ ബന്ധിക്കേണ്ടത് ആവശ്യമാണ്. ആദ്യ ഭാഗങ്ങളിൽ ഭരണകരമായ പ്രതിസന്ധികൾ ആവോളം ആവഹിച്ച ദൈവത്തിന്റെ ഭക്തനെ അവയിൽ നിന്നും വിടുവിച്ച് ഒരു പ്രത്യേകമായ ഔന്നത്യത്തിലേക്ക് തമ്പുരാൻ നടത്തിക്കൊണ്ടുവരുന്ന രംഗം താഴോട്ടുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിന്റെ 26-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കുക. 26-ാമത്തെ വാക്യം. അതിന് 28-ാമത്തെ വാക്യം കൂടെ, നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവേ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ജാതികളുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം ഇതാണ്, നീ എന്റെ ദീപത്തെ എന്ത് ചെയ്യും? കത്തിക്കും. ദാവീദ് എന്ന ആ മഹാദീപം ഇസ്രായേലിൽ നിന്ന് പട്ടുപോകുമെന്ന് പല
പലരും ചിന്തിച്ചു. കാരണം അത്രയ്ക്കും വെല്ലുവിളികളാണ് ഈ മനുഷ്യൻ നേരിടേണ്ടതായി വന്നത്. ജീവന ഭീഷണിയായി പലതരത്തിലുള്ള ശത്രുക്കൾ തനിക്കെതിരായിട്ടുണ്ടായിരുന്നു. ഈ ദാവീദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ദീപം കരിഞ്ഞു പോകുമെന്ന് ചിന്തിച്ച നിമിഷത്തിൽ ദൈവം തന്നെ പ്രകാശമയമാക്കി തീർത്തു എന്നതാണ് അദ്ദേഹം ഇത് പറയുന്നതിന്റെ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറയുന്നു, നീ ദൈവമേ, അങ്ങ് എന്റെ ദീപത്തെ കത്തിക്കുവാൻ അങ്ങക്ക് മാത്രമേ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുവാൻ അങ്ങക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എന്ത് പകൽക്കാലം നമ്മുടെ അന്ധകാരപ്രദമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളെ പ്രകാശപൂരിതമാക്കുവാൻ കഴിയുന്നത് അവർ സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. വിശ്വസിക്കുന്നവർ ആ കാര്യങ്ങൾ ഉയർത്തി എന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നീ എന്റെ ദീപത്തെ കത്തിക്കും. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്ത് ആ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത പ്ലാൻ പ്രകാരം ഒരു കൂടാരം ചെയ്തിട്ടുണ്ട്, പണിതിട്ടുണ്ട്. ആ കൂടാരത്തിന്റെ പേരാണ് സാക്ഷി കൂടാരം, സമാഗമന കൂടാരം എന്നത്. നമുക്കറിയാം, ഇതിന്റെ ഒന്നാം ഭാഗം പ്രാകാരമാണല്ലോ. ഈ പ്രാകാരം ഒരു കൂടാരമായിട്ടല്ല മനുഷ്യൻ, മറിച്ച് ദൈവം മനുഷ്യനുമായി സംഗമിക്കുവാനുള്ള ഒരു സ്ഥലമായിട്ടാണ് വേർതിരിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രാകാരത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ അവിടെ പ്രധാനമായി യാഗപീഠം വെച്ചിട്ടുണ്ട്, പിച്ചളം തൊട്ടി വെച്ചിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട ഈ രണ്ട് ഉപകരണങ്ങളാണ് യാഗത്തെ ഈ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരുവന് കാണുവാനായി കഴിയുന്നത്. അതിന്റെ രണ്ടാം ഭാഗമായ വിശുദ്ധ സ്ഥലം, അവിടേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നു, അതിന് വിശുദ്ധ മന്ദിരം, വിശുദ്ധ സ്ഥലം എന്നാണ് അതിന് പറയപ്പെട്ടിരിക്കുന്നത്. അവിടെ ധൂപപീഠമുണ്ട്, കാഴ്ചയപ്പത്തിന്റെ മേശ വെച്ചിട്ടുണ്ട്, പൊൻനില വിളക്ക് അവിടെ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൂന്നാം ഭാഗം അതിപരിശുദ്ധ സ്ഥലം, അവിടെയാണ് നിയമപ്പെട്ടകവും കൃപാസനവും സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടാം ഭാഗമായ ഈ വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് പൊൻ നിലവിളക്ക് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ തങ്കവിളക്ക്, കദരവിളക്ക് എന്നൊക്കെയാണ് അതിന് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഈ കദരവിളക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, അവൻ സ്വതന്ത്രം ദാവീദ് പറഞ്ഞ പദം, നീ എന്റെ ദീപത്തെ എന്തിനും കത്തിക്കും. ദൈവമക്കൾ ഈ ലോകത്തിൽ ദീപമായിരിക്കാൻ, പ്രകാശമായിരിക്കാൻ ദൈവം വിളിക്കപ്പെട്ടവരാണ്. ദൈവം അതിനായിട്ടാണ് എന്നെയും നിങ്ങളെയും ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ഈ വിളക്ക് ഒരിക്കലും അണയുവാനായി പാടില്ല. ഈ വിളക്ക് നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കണമെന്ന് എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ നിഴലായിട്ടാണ് പണിയ കൂടാരത്തിനകത്ത് ഈ തങ്കവിളക്ക് അല്ലെങ്കിൽ കദരവിളക്കിനെ നമുക്ക് ദർശിക്കാനായി കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഈ കദരവിളക്ക് ഉണ്ടാക്കുന്നത്? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. നോക്കണം, തങ്കം കൊണ്ട് അടുപ്പ് പണിയായി ഉണ്ടാക്കേണ്ട ഒന്നാണ് ഈ നിലവിളക്ക് എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് ചുറ്റും ചുവടും തണ്ടും പുഷ്പപുടങ്ങളും പൂക്കളും മൊട്ടുകളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ തണ്ടിൽ നിന്ന് തന്നെ 3 ശാഖകളായി 6 ശാഖകൾ ചെയ്തിട്ടുണ്ട്, പിരിഞ്ഞിട്ടുണ്ട്. അതിൽ 25-ാം അധ്യായം 33-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ശാഖയിലും മുട്ടുണ്ട്, പൂവുണ്ട്, പുഷ്പപുടമുണ്ട്. എന്നിട്ട്
നമ്മളിവിടെ വായിക്കുന്നു ഇതിന് 7 ദീപം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ നിലയിലാണ് ഈ കവര വിളക്ക് എന്തിരിക്കുന്നത്? അടുപ്പ് പണിയായി തങ്കം കൊണ്ട് പണിതിരിക്കുന്നത്. അപ്പോൾ ഈ അടുപ്പ് പണിയായി പണിയപ്പെട്ടിരിക്കുന്ന ഈ കവര വിളക്ക് സമാഗമന കൂടാരത്തിനകത്തുള്ള 2ാം ഭാഗമായ പുരോഹിതന്മാർ ഇരിക്കുന്ന ശുശ്രൂഷിക്കുന്ന വിശുദ്ധ സ്ഥലത്ത് വയ്ക്കപ്പെട്ടിരിക്കുന്ന 3 ഉപകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ്. പ്രൈസ് ദി ലോർഡ്. 27-ാം അധ്യായം പുറപ്പാട് പുസ്തകം അതിന്റെ 20-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അതിന്റെ ഉപയോഗം എന്താണെന്ന് വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. ശ്രദ്ധിക്കണം, ഈ വിളക്ക് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് നിരന്തരമായി കൂടാരത്തിനകത്ത് എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇതിനെ തെളിയിക്കുവാൻ വേണ്ടി ഇസ്രായേൽ സഭ എന്താ കൊണ്ടുവരേണ്ടത്? അവൻ ഇടിച്ചെടുത്ത നല്ല ഒലിവെണ്ണ ഇതിനു വേണ്ടി കൊണ്ടുവരണം. അവൻ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവസഭയോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ദൈവം എന്നെയും നിങ്ങളെയും അവൻ ഈ ദേശത്തിൽ, ഈ സമൂഹത്തിൽ, നമ്മൾ വസിക്കുന്ന ഈ നാട്ടിൽ പ്രകാശിക്കുവാൻ വേണ്ടി എന്റെ തമ്പുരാൻ ഇവിടെ വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മളിൽ പലരും ഇന്ന് കരിന്തിരി ബാധിച്ച അനുഭവങ്ങളിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അല്പം പോലും മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ക്രിസ്തുവിന്റെ പത്രങ്ങളായി വിളങ്ങേണ്ട നാം, ക്രിസ്തുവിന് വേണ്ടി ജ്യോതിഷികളെ പോലെ പ്രകാശിക്കേണ്ടവരായ നാം ആ ദൗത്യത്തിൽ നിന്ന്, ആ നിയോഗത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വിളക്ക് സർവദാ പുകഞ്ഞുകൊണ്ടാണിരിക്കുന്നത്, കത്തുന്നില്ല, പ്രകാശിക്കുന്നില്ല. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ലോകം നമ്മുടെ വെളിച്ചം കാണുവാൻ സാധിക്കുന്നില്ല. ഇന്നും അതുകൊണ്ട് ദേശമധ്യകാലത്തിലാണ്. നാം പ്രകാശിക്കുവാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ കുടുംബം അന്ധകാരത്തിനകത്താണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ കാണുവാൻ കഴിയുന്നില്ല. സർവവും അന്ധകാരമയമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു പദമുണ്ട്. അവൻ സ്തോത്രം, ഇത് തെളിയിക്കണമെങ്കിൽ, ഇത് കത്തിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? നന്നായിട്ട് അവൻ ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഇതിൽ ഒഴിക്കുവാൻ കഴിയുമെങ്കിൽ ഇതിനെ കത്തിക്കുവാനായി സാധിക്കും. കരമുയർത്തി സ്തുതിച്ചാട്ടെ. എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ കനൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാകുന്ന ആ ഒലിവെണ്ണ ഇന്ന് പകൽ ഈ വിളക്കിനകത്തേക്ക് ഒന്ന് പകരുവാൻ ഇടയായാൽ ഇന്ന് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാനായി കഴിയും. ഈ അഭിഷേകം നമ്മളില്ലെങ്കിൽ, ഈ ദൈവശക്തി നമ്മളില്ലെങ്കിൽ ഈ ലോകത്തിന് പ്രകാശം കൊടുക്കുവാൻ കഴിയത്തില്ല. സാധാ ഒരു വിശ്വാസിയായി മാത്രമേ നമുക്ക് കാലം കഴിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് നോക്കണം. ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഇതിന്റെ ദീപം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ആവശ്യമായിരിക്കുകയാണ്. 45-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു പദമുണ്ട്. അവൻ സ്തോത്രം ചെയ്യുന്നു. അതിന് 1 മുതലുള്ള വാക്യം പഠിക്കുമ്പോൾ അവിടെ ജാതീയ രാജാവായ കോരസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് പറയുന്ന ഒരു പദം അവിടെ വായിക്കാൻ കഴിയും. വേഗത്തിലെടുത്ത് വായിച്ചോട്ടെ. 45-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. കതകുകൾ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു. നിനക്ക് മുൻപായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകളെ
ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. എന്നിട്ട് യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടത്തിലെ ഗുപ്തനിധികളെയും തരും എന്ന് എന്റെ ദാസനായ യാക്കോബിൻ നിമിത്തവും എന്റെ മകനായ ഇസ്രായേൽ നിമിത്തവും. നോക്കണം, ഇവിടെ ദൈവം പറയുന്ന ഒരു പദം, യെരൂശലേമിനകത്തുള്ള ഉപകരണങ്ങളെല്ലാം ബാബേൽ രാജാവ് മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്, കൊള്ളയടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാണുവാൻ ആർക്ക് കഴിയുന്നില്ല? അവൻ സ്വന്തം തന്റെ ജനത്തിന് സാധിക്കുന്നില്ല. പക്ഷേ അഭിഷക്തനായ കോരശിനോട് ദൈവത്തിന് പറയുവാനുള്ളത്, എന്റെ അഭിഷക്തദാസനായ കോരശേ, നീ ഭയപ്പെടണ്ട. ഞാനാ നിന്നെ പേർ ചൊല്ലി വിളിച്ചത്, ഞാനാണ് ഇവിടെ നിന്നെ കൊണ്ടുവന്നത്. അവൻ സ്തോത്രം, നിന്റെ കയ്യിൽ ഞാൻ എന്റെ കരം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ നീ അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ നീ ചില രാജാക്കന്മാരുടെ അരക്കച്ചകളെ അടിക്കുവാനായി പോവുകയാണ്. അവൻ നീ ചില വാതിലുകളെ തുറക്കുവാൻ പോവുകയാണ്. അവൻ ചിലത് അടയുമെന്ന് ചിന്തിക്കുന്നതിനെ, അവൻ സ്തോത്രം നിനക്ക് വിരോധമായി അടയ്ക്കുവാൻ ശത്രു ശ്രമിക്കുന്നതിനെ നീ അതിനെ തുറന്നു വെക്കുവാൻ പോവുകയാണ്. എന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ നിന്നോട് വിളിച്ചു പറയാം, അല്ലയോ കോരശേ, അവൻ സ്തോത്രം ആരും കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവാലയം വിശുദ്ധപകരണങ്ങള് അവൻ കട്ടുകൊണ്ടിരുന്ന അവൻ ഒളിച്ചു വച്ചിരിക്കുകയാണ്. എവിടെ? ഇരുട്ടത്താ വച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, അവൻ നീ എന്റെ ദാസനാണ്, നീ എന്റെ അഭിഷേകനാണ്, നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്, അവൻ നിന്നിൽ വരുന്ന യോഗമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുവാൻ പോകുന്നത് അറിയാമോ? എന്റെ ദാസനായ നിനക്ക് അവൻ ഇരുട്ടത്തിരിക്കുന്ന ഗുപ്തനിധികളെ, അവൻ മറവിടത്തിലെ നിക്ഷേപങ്ങളെ അവൻ ഞാൻ നിനക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന്റെ ശക്തിയാ അവൻ ഇരുട്ടിലിരിക്കുന്നതിനെ, അവൻ മറവിടത്തിലിരിക്കുന്നതിനെ അവൻ പുറത്തു കൊണ്ടുവരുവാൻ ഈ അഭിഷേകത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ അഭിഷേകമാണ് അവൻ നമ്മിൽ അത്ഭുതം ചെയ്യുന്നത്. ഈ അഭിഷേകം നമ്മിൽ കത്തട്ടെ. ഈ ദേശത്തിൽ ശത്രുവിന്റെ പിടിയിലിരിക്കുന്ന ഇരുട്ടിന്റെ അധിപതിക്ക് വീരനായി ഇരിക്കുന്ന അനേക ജീവിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ പുറത്തു വന്ന ഫലമായി തീരട്ടെ. അവൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കരങ്ങൾ തട്ടി ശക്തിയോടെ ദൈവത്തിന്റെ മഹത്വം കണ്ടാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. നിരന്തരമായി ഈ തിരി എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടിരിക്കണം. അതൊരിക്കലും അണയുവാൻ പാടില്ല. അവന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന നിയോഗത്തിൽ നിന്ന് പിന്മാറാതെ കർത്താവിന് വേണ്ടി നമുക്ക് പ്രകാശിക്കുന്നവരാകാം. യേശു പറഞ്ഞ ഒരു പദം ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35-ാമത്തെ വാക്യം നമ്മൾ പഠിച്ചാൽ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, അതുകൊണ്ട് നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും അവൻ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ആ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയും കീഴിലോ വയ്ക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിളക്കിനെ കത്തിച്ചിട്ട് എവിടെ വയ്ക്കരുത്? പറയുടെ കീഴിൽ വയ്ക്കരുത്. പറ എന്ന് പറയുന്നത് ഈ മെഷർമെന്റ് എടുക്കുന്ന എന്ന് പറഞ്ഞാൽ അളക്കുന്ന ഒരു ഉപകരണമാണ് പറ. എന്ന് പറഞ്ഞാൽ അവൻ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ഉപജീവന മാർഗങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുകളാണ്, നമ്മുടെ വ്യാപാര മേഖലകളാണ് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ വെളിച്ചത്തെ നശിപ്പിക്കരുത്.
എന്റെ തമ്പുരാൻ നമ്മെ പ്രകാശിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. അവൻ നിരന്തരം അവൻ സ്തോത്രം ചെയ്യുന്ന ദൈവാരാധനകളും ദൈവിക കൂട്ടായ്മകളും ഉപേക്ഷിച്ച് അവൻ നമ്മൾ ചെയ്യുന്ന സകല പദ്ധതികളും നിമിത്തം അവൻ നമ്മുടെ വിളക്ക് കെട്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു, അവൻ ഉപജീവനത്തിന്റെ ചിന്തകളാൽ അവൻ നമ്മുടെ വെളിച്ചത്തെ നമ്മൾ കെടുത്തിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അതിനെ നിലവറയ്ക്കകത്ത് നീയരുത്, അവൻ വച്ചു കളയരുത്. അവൻ സീക്രട്ട് പ്ലേസിൽ അവൻ സ്തോത്രം ചെയ്യുന്നു, അതിനെ സൂക്ഷിക്കരുത്. അങ്ങനെ അതിനകത്ത് വച്ചതിനെ കെടുത്തിക്കളയരുത് എന്ന് പറഞ്ഞാൽ രഹസ്യ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന താളപ്പിഴകളിലൂടെ ഈ വെളിച്ചത്തെ ഒരിക്കലും കെടുത്തിക്കളയുവാൻ ഒരു ദൈവവൈതൽ തുനിയരുതെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദൈവസഭയോട് വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഇത് കട്ടിലിന്റെ കീഴെ വയ്ക്കുവാനുള്ളതും അല്ല, കട്ടിൽ ഉറക്കത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അവൻ ഒരു മെറ്റീരിയലാണ്. അവൻ സ്തോത്രം ഇതിന്റെ കീഴിൽ വെച്ച് അവൻ സ്തോത്രം ദൈവവൈതലൻ എന്ന് പറഞ്ഞാൽ ഉറക്കമയക്കത്താലും ലോകത്തിന്റെ ചിന്തകളാലും അവൻ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ പൈതലിന്റെ വിളക്കിനെ അവൻ ആത്മീയ വെളിച്ചത്തിൽ അവൻ കെടുത്തി കളയുവാൻ ഇടയാകരുതെന്നാണ് യേശു പറഞ്ഞത്. ഈ കൂടാരത്തിനകത്തിരിക്കുന്ന കവരവിളക്ക് അത് നിരന്തരമായി അവൻ സ്തോത്രം ചെയ്യുന്നത് ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഉപയോഗിക്കുന്നത് നിമിത്തം ആലയത്തിനകത്ത് കത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്കും ഒരു അവൻ സ്തോത്രം ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്ന അവൻ നല്ല പ്രകാശ ഗോപുരങ്ങളായി അവൻ തീജ്വാലകളായി അവൻ സ്തോത്രം ചെയ്യുന്ന നമുക്ക് മാറാം. പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ വിളക്ക് സന്ധ്യ മുതൽ പ്രഭാതം വരെയും എന്ത് ചെയ്യും? കത്തിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ സന്ധ്യ എന്ന് പറയുന്നത് അവൻ ന്യായപ്രമാണ സന്ധ്യയെ കാണിക്കുകയാണ്. അവൻ സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം പറയാം, ഏതുവരെ കത്തുന്നത്? പ്രഭാതം വരെ കത്തിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ സ്തോത്രം രാത്രി കഴിയുവാനായി ഒരു പ്രഭാതം വന്നിരിക്കുകയാണ്. അവൻ വരികയാണ്. സഭയുടെ കാന്തനായ കർത്താവ് താമസമില്ല ദൈവസഭയെ ചേർക്കുവാൻ കടന്നു വരും. എന്റെ കർത്താവിന്റെ മടങ്ങി വരവ് വരെ യേശു കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വരുന്നത് വരെ ദൈവസഭ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ല എന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ അവൻ ബുദ്ധിയില്ലാത്ത, വിളക്കിൽ എണ്ണ സൂക്ഷിക്കാത്ത, അവൻ സ്തോത്രം പരിശുദ്ധാത്മാ പൂർണ്ണമായ ജീവിതം നയിക്കാത്ത, ദൈവകൃപയ്ക്ക് പ്രഥമസ്ഥാനം നൽകാത്ത, അവൻ വിളക്ക് കാലിയാക്കപ്പെട്ട, അവൻ സ്തോത്രം എണ്ണ തീർന്നുപോയ, കരുതിരി ബാധിച്ച ആ 5 കന്യകമാർ കൈവിടപ്പെട്ടതുപോലെ അവൻ കൈവിടപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കർത്താവിന്റെ വരവ് വരെയും അവൻ നമ്മുടെ വിളക്കിനെ നമുക്ക് കത്തിച്ചു കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിശബ്ദമായി ഈ മരുഭൂമി യാത്രയിൽ അവൻ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കാം. മറ്റുള്ളവർക്ക് ഇടർച്ചയില്ലാതെ നമുക്ക് പ്രകാശിക്കാം. ഈ പ്രകാശങ്ങളുടെ അനേകം മണവാളനിലേക്ക് തിരികട്ടെ. അനേകരുടെ ശ്രദ്ധ ഇതിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. അനേകം കർത്താവിലേക്ക് വിളിച്ച മുഖാന്തരം കാണട്ടെ. അവൻ ഇന്ന് പകൽക്കാലം ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രകാശിക്കുവാനായി തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുന്നു, നീ എന്റെ ദൈവത്തെ എന്ത് ചെയ്യും? കത്തിക്കും. 2-ാമത്തെ വാക്യം 18-ാം അധ്യായം 33-ാമത്തെ വാക്യം കൂടെ വേഗത്തിൽ വായിച്ചാട്ടെ. 33 സങ്കീർത്തനം. അവൻ എന്റെ കാലിനെ മാൻപേട കാലിന് തുല്യമാക്കി ഗിരികളിൽ നമ്മെ നിൽക്കുമാറാക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, അതുകൊണ്ട് ഞാൻ ജാതികളുടെ മധ്യത്തിൽ എന്ത് ചെയ്യും? സ്തോത്രം ചെയ്യും. എന്തുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യും എന്നതിന് മറുപടിയാണ്, ഒന്ന്, എന്റെ ദീപത്തെ കത്തിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. 2, എന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമായ കാൽ പോലെ ആക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മാൻപേടയ്ക്ക് തുല്യമായ കാൽ. അവൻ അദ്ദേഹം മറ്റുള്ള യാതൊരു ജീവികളുടെയും കാലിനോടല്ല തന്റെ കാലിനെ സാദൃശ്യപ്പെടുത്തുന്നത്. അവൻ മറ്റുള്ള പക്ഷികൾ, കാക്കയുടെയോ കോഴിയുടെയോ കാലിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്.
ആനയുടെ കാലിനെ കുറിച്ച് പറയുന്നില്ല. നമുക്കറിയാം എന്താണ് ഈ കാക്കയുടെ കാലെന്ന് പറയുന്നത്. കാക്ക ഒരിടത്തുള്ള വസ്തുക്കൾ കൊത്തിയെടുത്ത് മറുഭാഗത്ത് കൊണ്ടിടുന്ന ഒരു ജീവിയാണ്. കോഴിയുടെ കാലെന്ന് പറയുമ്പോ അത് ഉള്ളതെല്ലാം ഇങ്ങനെ ചിക്കി ചിതറി അവിടങ്ങളിലായി വലിച്ചെറിയുന്ന ഒരു പക്ഷിയാണ്. എന്നാൽ ആനയുടെ കാലം എന്ന് പറഞ്ഞാൽ അത് വേഗത്തിൽ നടന്നു വരുവാൻ കഴിയുന്ന ഒരു കാലല്ല, വളരെ സാവധാനതയുള്ള ഒരു കാലാണ്. ഇന്ന് പകലിൽ നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. ദാവീദ് പറയുന്നത് എന്റെ കാലുകളെ മാൻപേയുടെ കാൽ പോലെയാക്കുന്നു. നമുക്ക് ദൈവികമായ വിഷയങ്ങളിൽ കർത്താവിനെ കുറിച്ച് 10 പേരോട് പറയാൻ പോകാൻ, അല്ലെങ്കിൽ ഒരാളോട് യേശുവിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുവാൻ പോകുവാൻ നമ്മുടെ കാലുകൾക്ക് വേഗതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവൻ മാനിന്റെ കാലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വേഗതയുള്ള കാലാണ്. ആ കാലിന് കൃത്യതയുണ്ട്. അവൻ ആ കാലിന് പ്രത്യേകമായ ഭംഗിയുണ്ട്. കാണുവാൻ വളരെ സൗന്ദര്യമുള്ള കാലാണ്. അവൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അവൻ ദൈവാലയം എന്ന് പറയുമ്പോൾ അന്ന് ദൈവത്തിന്റെ ഭക്തന്മാർ പറഞ്ഞതുപോലെ യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷിച്ചു. അവരുടെ കാലുകളെല്ലാം തുള്ളിച്ചാടുവാൻ തുടങ്ങി. ഇവിടെ അദ്ദേഹം പറയുന്നു എന്റെ കാലിനെ മാൻപേയുടെ കാല് പോലെ ആക്കി തീർക്കുന്നത് കൊണ്ട് ഞാൻ ജാതികളുടെ നടുവിൽ അവൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാനായിട്ടിടയാക്കിയിരുന്നു. അവൻ ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, അവൻ ദൈവമക്കളായിരിക്കുന്ന നാം അലസന്മാരായി ഭൂമിയിൽ കഴിയേണ്ടവരല്ല, മടിയന്മാരായി ചൊടിയന്മാരായി ഇരിക്കേണ്ടവരല്ല. അവർ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനുള്ളവരാണ്. അവർ സ്വന്തം ഉത്സാഹികളായിരിക്കേണ്ടവരാണ്. അവർ ആരെയും പാലക്കാല് വെച്ചുകൊണ്ട് അവർ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് ആവശ്യം മാൻപേടയ്ക്ക് തുല്യമായ കൃത്യതയുള്ള കാലാണ്, വേഗതയുള്ള കാലാണ്, ഭംഗിയുള്ള കാലാണ്. ഇന്ന് പകൽക്കാലം അത്തരത്തിലൊരു കാല് എന്റെ ദൈവം നമുക്ക് നൽകട്ടെ. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം ലേഖനത്തിൽ പറയുന്നത് പോലെ അവർ സ്വന്തം സുവിശേഷ ഘോഷണത്തിനായുള്ള ഒരുക്കം ഇന്ന് പകൽക്കാലം നമുക്ക് കാലിൽ ശരിപ്പാക്കുവാനായി കഴിയും. എന്റെ കാലുകളെ മാൻപേയുടെ കാലിന് തുല്യമാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് സ്തോത്രം ചെയ്യുവാനിടയാക്കിയിരുന്നു. അവൻ ഒരു വാക്യം കൂടെ വായിച്ച് അവൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ 40ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. എന്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അവൻ ഇവിടെ അവസാനം ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്. എനിക്ക് ചുറ്റിലും 1000 ശത്രുക്കൾ കടന്നു വന്നു. എന്നെ തകർത്ത് കളയുവാൻ, നിർമൂലമാക്കുവാൻ, അശേഷം എന്നെ നിഗ്രഹിച്ച് കളയുവാൻ. പക്ഷേ ആ ശത്രുക്കളെയെല്ലാം അവൻ അവിടെ നിന്ന് പുറം കാട്ടുമാറാക്കി. അവൻ സ്തോത്രം അവയുടെ കഴുത്തിൽ കാൽ വയ്ക്കുവാൻ അവിടെ എന്നെ അധികാരപ്പെടുത്തി. അവിടുത്തെ അവിടുന്ന് അവൻ എന്റെ മുൻപിൽ വന്ന ശത്രുവിനെ ചവിട്ടി വധിക്കുവാനുള്ള ഒരു അഭിഷേകത്തെ എനിക്ക് പകർന്നു. അവൻ അതുകൊണ്ട് ഞാൻ ജാതികളുടെ നടുവിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ ഏറി വരുന്ന ശത്രുവിനെ, നമ്മുടെ മുൻപിൽ ഏറി വരുന്ന പരാജയ ഭീതികളെ, നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന വെല്ലുവിളികളെ ചവിട്ടി വധിക്കുവാൻ ഇന്ന് പകൽക്കാലത്ത് ഇന്ന് ഒരു അഭിഷേകം തരുവാൻ ആഗ്രഹിക്കുകയാണ്. അത് ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അവർ സ്വന്തം തിരുവനന്തപുരത്തിൽ വായിക്കുന്നു. ശത്രുവിന്റെ കാലിൽ അവർ കഴുത്തിൽ കാൽ വയ്ക്കുവാൻ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ അധികാരപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളിൽ പകരുകയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? അതൊരുപക്ഷെ രോഗമാകാം, ഒരുപക്ഷെ കടഭാരമാകാം, ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, മാനസിക തകർച്ചകളാകാം, ആരോപണങ്ങൾ ഉയർത്തിവിടുക, മാനസിക വെല്ലുവിളികളാകാം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശത്രുവിനെ അവന്റെ കഴുത്തിൽ കാൽ വയ്ക്കുവാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കുകയാണ്. എന്റെ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യുകയാണ്. കാരണം നാം അവന്റെ മക്കളാണ്. അവനെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു ദൈവകൃപ അവനവിടെ വെളിപ്പെടുത്താം. അവൻ നമ്മെ പീഡിപ്പിക്കുന്ന
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.